സ്നേഹസല്ലാപം ചാരിറ്റബിൾ ട്രസ്റ്റായ നവമാധ്യമ കൂട്ടായ്മയുടെ 5ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിന്റെ ഭാഗമായി അഞ്ചിലും ചേലോടെ എന്ന ശീർഷകത്തിൽ ദ്വൈമാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പാചക മത്സരം, മൈലാഞ്ചിയിടൽ, ഭക്ഷ്യമേള തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. ഇവിടെ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഏറെ സമയം ചെലവഴിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും സമയം അത് അനുവദിക്കുന്നില്ല. ഇതിൻ്റെ 5ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ കാലഘട്ടം ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ സ്നേഹാദരവുമായി അറിയിക്കുകയാണ്. വിവിധ പരിപാടികളുണ്ട്, അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. ഇത് കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ വർത്തമാന കാലത്ത് ഇതുപോലുള്ള സ്നേഹസല്ലാപങ്ങൾ അനിവാര്യമാണ്. മാനുഷികതയും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും മതസാഹോദര്യവും ഒക്കെ തന്നെ പ്രകാശനം ചെയ്യുന്നതിന് ഇതുപോലുള്ള സംഗമങ്ങൾ അനിവാര്യമാണ്. കണ്ണൂർ മുസ്ലിം ജമാഅത്ത് ഹാളിൽ പ്രോഗ്രാം കൺവീനറും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ സാബിറ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് നടന്ന പാചക മത്സരം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീമ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. മെഹന്തി മത്സരം മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചറും ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യമേള ആദ്യ വിൽപ്പന അഡ്മിൻ PM റയീസ് നിർവഹിച്ചു. അഡ്മിൻ റഫീഖ് കളത്തിൽ സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ലോഗോ രൂപകൽപ്പന ചെയ്ത ജ്യോതിഷ് കുമാറിന് ക്യാഷ് അവാർഡും ആങ്കറായ സജ ഷാഹിദിന് ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. മിസ്രിയ ആഷിഖ്, ഫാനിഷ ഫാഹിദ്, മുൻ കൗൺസിലർ അഫ്നിദ എന്നിവർ പാചക മെഹന്തി മത്സരങ്ങളുടെ വിധികർത്താക്കളായി. വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും വിവിധ മത്സരങ്ങളും നടന്നു. ജനറൽ കൺവീനർ അബ്ദുൽ ഖല്ലാഖ് MC സ്വാഗതവും അഡ്മിൻ ഷഹനാസ് ഷറഫു നന്ദിയും രേഖപ്പെടുത്തി. വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് അഡ്മിന്മാരായ ഷബീർ MC, ഷറഫു മൈലാഞ്ചി, അബു അൽമാസ്, റാസിഖ് CH എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വനിതാ അഡ്മിന്മാരായ ഷേബ, ഫൗസിയ നിസാർ, ട്രഷറർ മുനീർ അബ്ദുള്ള, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷബീർ കുഞ്ഞിപ്പള്ളി, ആഷിഖ് KM, റാഷിദ് T, അബൂഷാം, ആഷിഖ് C, EPMM, സമദ്, ജംഷീം, നദീർ കാർക്കോടൻ, ഷമൽ MP എന്നിവർ നേതൃത്വം നൽകി. മനാസ്, സുബൈദ, റാഷിദ്, ജുബരിയ, റുബീന, നസ്രി ഷംസുദ്ദീൻ, ജസ്മിന, റനീഷ, ജമീല താഹിർ, നസ്രിയ റഹ്മാൻ, ജെയ്സി നാറ, നൂർജഹാൻ, റോസിന മൊയ്തു, സാജിദ, ഷഫഖത്ത് ബാനു, ഫർഷാന, റാസിയ, നജുമ, ഷഹനാസ് എന്നിവർ വിവിധ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ദ്വൈമാസ പരിപാടിയുമായിട്ട് ആണ് നമ്മുടെ ഈ 5ാം വാർഷികം ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യത്യസ്ത കലാസാഹിത്യ മത്സരങ്ങളും അതോടനുബന്ധിച്ച് വ്യത്യസ്ത പ്രോഗ്രാമുകളുമൊക്കെയായി 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ 5ാം വാർഷിക ആഘോഷ പരിപാടിയിൽ സ്നേഹസല്ലാപം കണ്ണൂർ സിറ്റിയുടെ ഒരു ആഘോഷം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അഞ്ചിലും ചേലോടെ എന്ന ടാഗ് ലൈനുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ എല്ലാ അഡ്മിന്മാരും അതുപോലെ പ്രവർത്തകന്മാരും വളരെയധികം അശ്രാന്തമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് 2 മാസം കണ്ണൂർ സിറ്റിയിലെ ജനസമൂഹത്തിന് അവർക്ക് ഉദ്വേഗം പകരുന്ന രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ സ്റ്റേജുകളിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനാണ് ഇതിൻ്റെ അഡ്മിൻ ഡെസ്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. സ്നേഹസല്ലാപം 5ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ സിറ്റിയിൽ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വലിയൊരു സ്വാഗത സംഘം കമ്മിറ്റി വിളിച്ചു ചേർത്തത്. ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് നമ്മുടെ കണ്ണൂർ MP K സുധാകരനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും നമ്മുടെ രക്ഷാധികാരികളാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മാഡം ഇതിൻ്റെ രക്ഷാധികാരിയാണ്. മുൻ മേയറായിട്ടുള്ള TO മോഹനൻ സാറ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ C സമീർ, നമ്മുടെ മുൻ ADM O അസ്ലം, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ P സലീം സാർ, പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രക്ഷാധികാരികളായിട്ടാണ് നമ്മുടെ ഈ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം കമ്മിറ്റിൻ്റെ പരിപാടിയുടെ മൊത്തം ചെയർമാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അംഗവും കണ്ണൂർ കോർപ്പറേഷൻ മേയറുമായിട്ടുള്ള മുസ്ലിം മഠത്തിലാണ്. ഇതിൻ്റെ ജനറൽ കൺവീനർ ഞാനായിട്ട് എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ട്രഷറർ മുനീർ അബ്ദുള്ള, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രാം കൺവീനറായിട്ട് നമ്മുടെ ആയിക്കര ഡിവിഷൻ കൗൺസിലറായിട്ടുള്ള സാബിറ ടീച്ചറാണ്. ഈ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇത്രയും വിപുലമായിട്ടുള്ള പരിപാടി നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. 2 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടികൾക്കൊക്കെ മുഴുവൻ നാട്ടുകാരും അണിചേർന്നുകൊണ്ട് ഇത് വൻ വിജയമാക്കണമെന്നാണ് സ്നേഹസല്ലാപത്തിന് പറയാനുള്ളത്.